നമസ്കാരം. +2 ഫിസിക്സിലെ ഇമ്പോർട്ടന്റ് വീഡിയോസ് ചെയ്യുന്ന ഈ വീഡിയോ സീരീസിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ മൂന്നാമത്തെ ഡെറിവേഷനിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ടോർക്ക് ആക്ടിംഗ് ഓൺ ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നമുക്കറിയാം എന്താണ് ഡൈപോൾ എന്ന് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, പാർട്ട് 1ൽ പറഞ്ഞിരുന്നു. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം. സോ ഇവിടെ ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ് ആണ്. പ്ലസ് ക്യൂ ചാർജ് മൈനസ് ക്യൂ ചാർജിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് 2a. അങ്ങനെയാണെങ്കിൽ അതൊരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുവാണെങ്കിൽ അതിലൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിനെയാണ് നമ്മൾ F ഇസ് ഈക്വൽ ടു ക്യൂ ഇ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ. സോ F ഇസ് ഈക്വൽ ടു ക്യൂ ഇ, ഒരു ചാർജിൽ ഒരു ഫോഴ്സ് ഒരു ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു, മൈനസ് ക്യൂയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, മൈനസ് ക്യൂ ഇ. സോ ഈ രണ്ട് ഫോഴ്സസും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ബേസിൽ ഇതിലൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ എന്താണ് ടോർക്ക്? ടോർക്ക് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് എനി വൺ ഓഫ് ദ ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഫോഴ്സസ്. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, രണ്ട് ഫോഴ്സ് ഉണ്ട്. ദാ ഈ ഫോഴ്സ് ഇങ്ങോട്ടും ഈ ഫോഴ്സ് ഇങ്ങോട്ടും. ഇത് രണ്ടിന്റെയും ഇടയ്ക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ദാ ഇങ്ങനെയാണ്. ഇത് ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എ ബി സി എന്നിങ്ങനെ ഒരു 3 നെയിം കൊടുക്കുകയാണ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇലക്ട്രിക് ഡൈപോളും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യുവാണ്. ഈ ആംഗിൾ ഏത് വേണമെങ്കിലും ആകാം. അതായത് ഇലക്ട്രിക് ഡൈപോൾ പാരലൽ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡിന് ഇരിക്കാം, പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കാം, ഇങ്ങനെ മാറിയിരിക്കാം. സോ നമ്മൾ ജനറൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തീറ്റ ആംഗിൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് മനസ്സിലായി, F ഇസ് ഈക്വൽ ടു ക്യൂ ഇ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബി സി ആണ്. ഓക്കെ, ബി സി കിട്ടാൻ നിങ്ങൾ ആ ട്രയാംഗിളിൽ സൈൻ തീറ്റ കണ്ടുപിടിക്കാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് 2a ആണ്. അല്ലെങ്കിൽ എ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്, ഇത് 2a ആണ്. സോ ബി സി ഈസ് ഈക്വൽ ടു, ഫ്രം ദിസ് ബി സി ഈസ് ഈക്വൽ ടു 2a സൈൻ തീറ്റ. നമുക്ക് ഡേറ്റാസ് എല്ലാം കിട്ടി, നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫോഴ്സിന് പകരം എനിക്ക് ക്യൂ ഇ എന്ന് കൊടുക്കാം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബി സി ആണ്. ബി സിക്ക് പകരം എനിക്ക് 2a സൈൻ തീറ്റ എന്ന് കൊടുക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ ഡെറിവേഷൻസിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, വാട്ട് ഈസ് ക്യൂ ഇൻറ്റു 2a? ക്യൂ ഇൻറ്റു 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ ആണ്. ഡൈപോൾ മൊമെന്റ് പിനെയാണ് നമ്മൾ ക്യൂ ഇൻറ്റു 2a അല്ലെങ്കിൽ 2aq എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ 2l എന്ന് റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ റീപ്ലേസ് ക്യൂ ഇൻറ്റു 2a ബൈ p ഇൻറ്റു ഇ സൈൻ തീറ്റ എന്ന് നിങ്ങൾക്ക് അവിടെ എഴുതാം. പി ഇ സൈൻ തീറ്റ. ആക്ച്വലി ഇവിടെ നിങ്ങൾക്ക് വെക്റ്റർ ഇല്ല, ഞാൻ അറിയാതെ എനിക്കിത് ആക്ച്വലി എഴുതാവുന്നത്. ഇവിടെ ക്യൂ ഇൻറ്റു 2a എന്ന് പറയുന്നത് പി ആണ്, ബാക്കിയുള്ളത് പി ഇ സൈൻ തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ ദിസ് ക്യാൻ ഓൾസോ ബി റൈറ്റ് ലൈക്ക് പി ക്രോസ് ഇ. സൈൻ തീറ്റ കൂടെ വന്നാൽ ക്രോസ് പ്രോഡക്റ്റ് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. കോസ് തീറ്റ വന്നു കഴിഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. സോ ഇലക്ട്രിക് ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ക്രോസ് ഇ അല്ലെങ്കിൽ പി ഇ സൈൻ തീറ്റയാണ്. മാഗ്നറ്റിക് ഫീൽഡിലും ഇതേ ഇക്വേഷൻ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അവിടെ നിങ്ങൾക്ക് എം ബി സൈൻ തീറ്റ എന്നാണ് ഇക്വേഷൻ വരുന്നത്. അവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന് വരും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. സോ ഇറ്റ് ഈസ് എം. അവിടെ ഇലക്ട്രിക് ഫീൽഡിന് വരും മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ ഇറ്റ് ഈസ് ബി. സോ അവിടുത്തെ ടോർക്ക് എം ബി സൈൻ തീറ്റ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ബാക്കിയുള്ള വീഡിയോസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ സീരീസ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് +2 ഫിസിക്സിലെ എല്ലാ ഡെറിവേഷൻസും ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. താങ്ക് യു.